വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട LDF-ന് പക്ഷേ കണ്ണൂർ കോർപ്പറേഷനിൽ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അത് UDF തന്നെ ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണം തുടരുമെന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് കണ്ണൂർ കോർപ്പറേഷനിലൊപ്പം ജില്ലാ പഞ്ചായത്തിൽ? അർജുൻ, കണ്ണൂർ കോർപ്പറേഷനിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന 2 ഡിവിഷനുകളുടെ ഫലം കൂടി വന്നിരിക്കുന്നു. പയ്യാമ്പലത്ത് അഡ്വക്കേറ്റ് പി ഇന്ദിര വിജയിച്ചിരിക്കുന്നു. 51 വോട്ടുകൾക്കാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര വിജയിച്ചത്. അവിടെ വലിയ രീതിയിലുള്ള റിബൽ ഭീഷണി, അങ്ങനെ വാർത്തയിൽ വലിയ പ്രാധാന്യം നേടിയ ഒരു ഡിവിഷനായിരുന്നു പയ്യാമ്പലത്ത് 51 വോട്ടുകൾക്ക് അഡ്വക്കേറ്റ് പി ഇന്ദിര വിജയിച്ചിരിക്കുന്നു. UDF അധികാരത്തിൽ വന്നാൽ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി ആയി പരിഗണിക്കപ്പെടുന്ന അഡ്വക്കേറ്റ് പി ഇന്ദിര വലിയ പോരാട്ടത്തിലൂടെയാണ് വിജയിച്ച് കയറിയത്. BJP അവിടെ 2ാം സ്ഥാനത്തേക്ക് വന്നു. അവിടെ റിബൽ ഏതാണ്ട് 60-ലധികം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. റിബൽ വലിയ രീതിയിലുള്ള വോട്ട് പിടിക്കും, 100-ലധികം വോട്ട് പിടിക്കും എന്നൊക്കെയുള്ള ഒരു പ്രചരണമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം തകർന്ന് അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വീണ്ടും എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് വാരം ഡിവിഷനാണ്. വാരം വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയ വാരത്ത് 190ഓളം വോട്ടുകൾക്ക് KP താഹിർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ വിമതൻ 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 600-ലധികം വോട്ട് KV റെയ്സ് എന്ന ലീഗിന്റെ വിമതൻ അവിടെ നേടുകയും ചെയ്തു. അങ്ങനെ വലിയ മത്സരം അവിടെ നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ KP താഹിർ എന്ന മുസ്ലിം ലീഗിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ KP താഹിർ ഡെപ്യൂട്ടി മേയറായി കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടാകും എന്ന കാര്യവും ഉറപ്പായി ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെ നടന്ന ഒരു ഡിവിഷനായിരുന്നു വാരം. ആ വാരം ഡിവിഷനും നേടിയിരിക്കുന്നു UDF എന്നുള്ളത്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂർ കോർപ്പറേഷനിൽ STPI അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളതാണ്. അറക്കൽ ഡിവിഷനിലാണ് STPI വിജയത്തിലേക്ക് നീങ്ങുന്നത്. പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ വിജയം ഏതാണ്ട് ഉറപ്പാക്കിയ രീതിയിലേക്ക് SDPI പോയിരിക്കുന്നു. NDA 4 സീറ്റ് നേടിയിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി LDF ഭരണം ലഭിക്കുമെന്നൊക്കെ LDF കരുതിയിരുന്ന സ്ഥാനത്ത് നിന്നാണ് UDF കേവല ഭൂരിപക്ഷത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 29 എന്ന മാജിക് നമ്പർ കടന്നിരിക്കുന്നു UDF. 29 ഈ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ആ കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റ് UDF ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം വീണ്ടും UDF-ന്റെ കൈകളിൽ ഭദ്രം. 11 ഇടങ്ങളിലാണ് നിലവിൽ ഈ LDF വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള മറ്റ് അട്ടിമറികളൊന്നുമില്ലാതെ കണ്ണൂർ കോർപ്പറേഷനിൽ 35-ലധികം സീറ്റുകൾ നേടി UDF-ന് അധികാരം ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ ഭരണം UDF-ന് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.